എന്തിനാണ് നമ്മൾ ഗിറ്റ്ഹബ് ഉപയോഗിക്കുന്നത്? ആസ് എ ഡെവലപ്പർ എന്നുള്ള രീതിയിൽ ഗിറ്റ്ഹബ് ഉപയോഗിക്കാനുള്ള റീസൺ എന്തൊക്കെയാണ്, ഇതിന് പകരം വേറെ എന്തൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഗിറ്റ്ഹബിൻ്റെ മെയിൻ യൂസ്, നമ്മളൊരു 10 പേര് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു 5 പേര് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 പേരുടെയും കോഡ് നമുക്ക് മെർജ് ചെയ്യേണ്ട ആവശ്യം വരും. 5 പേരുടെയും കോഡ് ഒന്നിച്ചാലുള്ളൂ നമുക്കൊരു ആപ്ലിക്കേഷൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 5 കോഡ് കൂടി നമ്മളൊരു പ്രത്യേക സെർവറിൽ ഇട്ട് വെക്കണം. എന്നിട്ട് ആ സെർവറിലേക്ക് മെർജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഗിറ്റ്ഹബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 5 പേര് എഴുതുന്ന കോഡും ലാസ്റ്റത്തെ ഒരാൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവൻ ഈ 4 പേരുടെ കോഡും കിട്ടണം, എന്നിട്ടാണ് വരിക. അപ്പോൾ ഇതിന് പറയുക പുഷ്, പുള്ള്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ ഈ ഗിറ്റ്ഹബിൻ്റെ കേസിലുണ്ട്. മെർജിങ്, റീബേസിങ്, അതേപോലെ പുൾ റിക്വസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ സ്ട്രക്ചറായിട്ട് ഗിറ്റ്ഹബ് നോക്കി കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക. ആദ്യം ഗിറ്റ് ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് പുഷ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കാര്യങ്ങൾ കമൻറ്റ് കൊടുക്കുക, മെർജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഗിറ്റ്ഹബിനെ കുറിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ രണ്ട് പേരിരിക്കുന്ന ഡെവലപ്മെൻറ്റ്, 2 പേര് കൂടിയിട്ട് മിനിമം ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റൊക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ആകെ കോംപ്ലിക്കേഷൻ ആവും. ഈ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല, അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് എൻ്റെ കോഡ് അതിലില്ല, അവൻ്റെ കോഡ് ഇതിലില്ല, അല്ലെങ്കിൽ അവൻ്റെ കോഡും കൂടി ഇതിലിട്ട സമയത്ത് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ഇനി എന്താ ചെയ്യാമെന്ന് അറിയില്ല, ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാമുള്ള സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഗിറ്റ്ഹബ് ഉപയോഗിക്കുക. ഗിറ്റ്ഹബ് പെർഫെക്റ്റ് ആയിട്ട് ഗിറ്റ്ഹബ് നോക്കുക, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കുക, എന്നിട്ട് അത് അതേപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചറിലുള്ള പ്രോബ്ലംസ്, നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ ആൾക്കാർ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് ഒഴിവാകും. ഈവൻ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളൊരു കോഡ് ഇട്ടു, കുറേ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിയാൽ പഴയ കോഡായിരുന്നു നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേർഷൻ എടുക്കാനൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ഗിറ്റ്ഹബ് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്.